പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മഹാത്മാഗാന്ധി സർവകലാശാല 2024 അക്കാദമിക് വർഷത്തേക്കുള്ള MG യൂണിവേഴ്സിറ്റിയുടെ BEd ഓൺലൈൻ രജിസ്ട്രേഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കണം. സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് BEd പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇതാണ് MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ഒരു വിദ്യാർത്ഥി MG യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ്, അതുപോലെ തന്നെ എയ്ഡഡ്, അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഇവിടങ്ങളിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാൻ താല്പര്യമുള്ള, ഏത് കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണം. ഓൺലൈൻ രജിസ്ട്രേഷന്റെ തുടക്കം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് അലോട്ട്മെന്റ് 1ലേക്കുള്ള രജിസ്ട്രേഷൻ. അതിൽ ആദ്യം അക്കൗണ്ട് ക്രിയേഷൻ, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ ക്വാളിഫിക്കേഷൻ, ഓപ്ഷൻ സെലക്ഷൻ, ഫീസ് പേയ്മെന്റ്, അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, ഫൈനൽ സബ്മിഷൻ. ഇതിൽ നെയിം ഓഫ് അപ്ലിക്കന്റ് നമ്മൾ ആദ്യം കൊടുത്ത്, ആധാർ നമ്പർ കൊടുത്ത്, റീഎൻറ്റർ ആധാർ നമ്പർ, നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, കൺഫേം പാസ്വേഡ്, വീണ്ടും പാസ്വേഡ് കൊടുക്കുക, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി ഇത് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് നടപടികൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് അതോടുകൂടി നമ്മളെ മൊബൈൽ നമ്പറിലേക്കും രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്കും നമുക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ വരും. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അപ്ലിക്കേഷൻ നമ്പർ വരും. ആ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ പൂർത്തീകരിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രോസ്പെക്ടസിനാണ് റിസോഴ്സ്, ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ്, പ്രസ് റിലീസ്, ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നീ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കോളേജ് ആൻഡ് പ്രോഗ്രാം, ഇപ്പോൾ പ്രോഗ്രാം BEd ആവുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഓരോ കാറ്റഗറിയാണ്. ഇപ്പോൾ സോഷ്യൽ സയൻസിലാണ് എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള കാര്യങ്ങൾ വരുന്നത്, സോഷ്യൽ സയൻസിലാണ്. ഇനി നാച്ചുറൽ സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഫിസിക്കൽ സയൻസ് ഉണ്ട്. നാച്ചുറൽ സയൻസിലെ ബയോളജി, സുവോളജി പോലുള്ള, ഫിസിക്കൽ സയൻസിലാണ് ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ. മലയാളം, ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, അറബിക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെടുക്കാം കൊമേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് കൊമേഴ്സ് ഉള്ള കോളേജുകൾ. ഓക്കെ, ഇങ്ങനെ ഓരോ കോളേജുകളും നമുക്കറിയാൻ സാധിക്കും. അവിടെയുള്ള സീറ്റുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. BEd കോഴ്സുകളാണ്, കുറച്ച് സീറ്റുകളാണ് ഓരോ കോളേജിലും ഓരോ കോഴ്സിലും ഉണ്ടായിരിക്കുക. ആ ഇതിലായിരിക്കും അഡ്മിഷൻ നടക്കുക. അവിടുത്തെ സംവരണമൊക്കെ കഴിഞ്ഞ മെറിറ്റിൽ 1 or 2 ഒക്കെ ആയിരിക്കും ഓരോ കോഴ്സിനും മെറിറ്റ് സീറ്റ് ഉണ്ടാവുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ സോഷ്യൽ സയൻസ് എടുക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസിലെ കോളേജുകളുടെ എണ്ണം കുറേ കൂടുതൽ കോളേജുകൾ സോഷ്യൽ സയൻസിലാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഫൈൻഡ് യുവർ കോളേജ്, നമുക്ക് ഫീസ് സ്ട്രക്ചർ ഉണ്ടാവും. നമ്മൾ അറിയേണ്ടത് അൺഎയ്ഡഡ് പ്രോഗ്രാമിൻ്റെ ഫീസ് ആയിരിക്കും എല്ലാവർക്കും അറിയേണ്ടത്. മെറിറ്റ് സീറ്റിൽ 45,000 രൂപ ഒരു വർഷം അടക്കണം. മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ ഓരോ വർഷവും 60,000 രൂപ അടക്കേണ്ടതുണ്ട്. ഇത് ഫീസാണ്, ട്യൂഷൻ ഫീസാണ് ഈ പറയുന്ന കാര്യം. ഇനി എയ്ഡഡ് പ്രോഗ്രാമിലാണെങ്കിൽ ഫീസ് സ്ട്രക്ചർ നമ്മൾ ശ്രദ്ധിക്കണം. അഡ്മിഷൻ ഫീസ്, ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക. വളരെ കുറഞ്ഞ തുക മാത്രമേ ഇതിലായിട്ട് വരികയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കുള്ള വീഡിയോസും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിലെ രജിസ്ട്രേഷനുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് കമ്മ്യൂണിറ്റി കോട്ടക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ SC/SC വിദ്യാർത്ഥികൾ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. EWS വിദ്യാർത്ഥികൾ അതിനുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ ബോണസ് പോയിന്റുള്ള NSS, NCC പോലുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക. ഓക്കെ, താങ്ക് യു.